റോട്ടിൽ നിന്നുള്ള പിരിവുകൾ, ചിലർ പണ്ട് ബസ്സുകാരോടും ഇവരൊക്കെ കൈക്കൂലി അതൊന്നും ഇപ്പോൾ വളരെ കുറവാണ്. അതേസമയം മോളിൽ നിന്ന് വരുന്ന കോടികളുടെ കൈക്കൂലി വാങ്ങലൊക്കെ വളരെ നിസ്സാരമായിട്ട് വളരെ അവരുടെ അവകാശം പോലെ വാങ്ങുന്ന ഒരു സാഹചര്യം കാണും. ഒരു സമരരംഗത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ അടി ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നതായിരിക്കും ഒരു പുതിയ ചെറുപ്പക്കാർക്ക്. അപ്പോൾ നമുക്ക് അവിടെ ലാത്തിച്ചാർജ് നടത്താം. എബി ജോർജ് എന്ന് പറഞ്ഞൊരു കമ്മീഷണർ ഉണ്ടായിരുന്നു കോഴിക്കോട്. ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് ഉണ്ടായ ഒരു ചെറിയ തർക്കം. അപ്പോൾ അവിടെ നിന്നാണ് ശരിക്കൊരു ഇതിൻ്റെ ഒരു തുടക്കം. നമ്മൾ ഇത്രയും കാലത്ത് അനുഭവം വെച്ചിട്ട് മുഖ്യമന്ത്രി കത്ത് എഴുതിയാൽ ആ കത്ത് മുഖ്യമന്ത്രി കാണുക പോലുമില്ല. മാത്രമല്ല അത് കറങ്ങി തിരിഞ്ഞ് അന്വേഷിക്കാൻ വരുന്നത് ആറന്മുള പോലീസ് സ്റ്റേഷനിലായിരിക്കും. ഞാൻ എൻ്റെ റെസ്റ്റ് സമയത്താണ് ഈ കേസ് എഴുതി തരുന്നത് എന്ന് പറഞ്ഞ് മറുപടി കൊടുത്തു. സ്വാഭാവികമായിട്ട് അവർക്ക് ഇതാക്കി. അപ്പോൾ അവർ ചോദിച്ചു പറഞ്ഞു, ഇങ്ങനെ നീ ഉമേഷ് വള്ളിക്കുന്നിന് പഠിക്കുകയാണോ? ഇന്ന് നമ്മോടൊപ്പമുള്ളത് കേരള പോലീസിലെ അഴിമതിക്കാർക്കെതിരെ നിരന്തരം യുദ്ധം ചെയ്തതിൻ്റെ പേരിൽ പോലീസ് സേനയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ട ഉമേഷ് വള്ളിക്കുന്നാണ്. സ്വാഗതം ഉമേഷ്. താങ്ക് യു. എങ്ങനെയാണ് ഒരു തൊഴിൽ മേഖലയായിട്ട് പോലീസ് തിരഞ്ഞെടുത്തത്? നമ്മൾ എല്ലാ ചെറുപ്പക്കാരെയും പോലെ PSC എഴുതിയ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് എഴുതിയ PSC ആയിരുന്നു പോലീസിൻ്റേത്. അപ്പോൾ അത് കിട്ടി, നമ്മളതിൽ ജോയിൻ ചെയ്തു. പൊതുവേ പോലീസ് അതിൻ്റെ പരിശീലനമൊക്കെ വളരെ കഠിനമാണ്. പോലീസുകാരെ കുറിച്ച് നമുക്ക് പൊതുസമൂഹത്തിനകത്ത് തന്നെ ഒരു വലിയ താല്പര്യമില്ലായ്മ പണ്ട് മുതലേ ഉണ്ട്. പിന്നെ എങ്ങനെയാണ് ഒരു പോലീസുകാരനായി മാറുക എന്നുള്ളൊരു അംബീഷൻ വന്നത്? അംബീഷനൊന്നും ഇല്ലായിരുന്നു. ഒരു ജോലി എന്നുള്ള നിലയ്ക്ക് നമ്മൾ കൂലിപ്പണിയൊക്കെ എടുത്ത് ജീവിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അനിയത്തിയാണ് ഇതിൻ്റെ ഒരു അപേക്ഷ അയച്ചത്. അന്ന് നമ്മൾ എഴുതി അയക്കുന്ന അപേക്ഷയായിരുന്നു. അപ്പോൾ അനിയത്തി അയച്ച അപേക്ഷ തിരുനാവായായിരുന്നു അതിൻ്റെ എഴുത്തു പരീക്ഷ. അപ്പോൾ നമ്മുടെ നാടക സൗഹൃദങ്ങളും കൂട്ടുകാരൊക്കെ ഉള്ള സ്ഥലം ആയതുകൊണ്ട് അവിടെ പോയി നമ്മൾ പരീക്ഷ എഴുതി. പിന്നെ അന്ന് അത്യാവശ്യം വായന ഉള്ളതുകൊണ്ട് നമുക്ക് PSC കിട്ടി, പരീക്ഷ കിട്ടി. പിന്നെ ഗൂഡല്ലൂരായിരുന്നു. അപ്പോൾ അവിടെ അത്യാവശ്യം പറമ്പിലെ പണിയും മരം കയറലും അങ്ങനത്തെ പണികളൊക്കെ ചെയ്തിരുന്നതുകൊണ്ട് ഫിസിക്കലി കുഴപ്പമില്ല. പിന്നെ ഒരുപാട് ദൂരം നടന്നിട്ട് നമ്മൾ തേയില കൊണ്ടുപോകുന്ന പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫിസിക്കൽ ടെസ്റ്റും പാസ്സായി. അങ്ങനെയാണ് പോലീസിലെത്തുന്നത്. ഏത് വർഷമായിരിക്കും അത്? 2003 ജോയിൻ ചെയ്തത്. 23 വർഷം വർക്ക് ചെയ്തു. 22 വർഷം എന്ന് പറയാം. കാരണം 2003 ഡിസംബറിലാണ് കയറിയത്. എന്താ യഥാർത്ഥത്തിലൊരു ഈ പോലീസ് സേനയെ അല്ലെങ്കിൽ അതിനകത്തുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരായിട്ടൊക്കെ ഒരു ഫ്രിക്ഷൻ വരാനുള്ള കാര്യം എന്താ? ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകാനുള്ള കാര്യം എന്താ? ഏറ്റുമുട്ടൽ അത് സ്വാഭാവികമായിട്ട് വന്നു ചേർന്നതാണ്. അപ്പോൾ നമ്മളിതിനകത്ത് നിന്നു, നമ്മൾ ട്രെയിനിങ് കഴിഞ്ഞ് വന്നു. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് ആ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മളും ഈ പോലീസ് എന്നുള്ളതൊരു സംഭവമാണ് എന്നുള്ള ധാരണയിലേക്ക് വന്നു. അപ്പോൾ നമ്മളിപ്പോൾ ലാത്തി ചാർജൊക്കെ പഠിച്ചു വരുന്നു. അപ്പോൾ നമ്മൾ ആരെങ്കിലും ലാത്തി വീശണം. ഒരു സമരരംഗത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ അടി ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നതായിരിക്കും ഒരു പുതിയ ചെറുപ്പക്കാരുടെ. അപ്പോൾ നമുക്ക് അവിടെ ലാത്തിച്ചാർജ് നടത്താം. അങ്ങനെ പോലീസിൻ്റെ ഡ്യൂട്ടി ചെയ്യാം, അതൊക്കെയാണല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് ബറ്റാലിയൻ്റെ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു മാനസികാവസ്ഥ തന്നെയായിരുന്നു നമ്മളത്. പിന്നീട് കോഴിക്കോട് AR ക്യാമ്പിലെത്തി. അവിടുന്ന് കമ്മീഷൻ ഓഫീസിൽ അറ്റാച്ച് ചെയ്തു. അവിടെ ജോലിയായിരുന്നു. അങ്ങനെ കുറച്ചു കാലം MSPയിൽ ഒരു വർഷത്തെ കൂടുതൽ നിന്നു. അതിനുശേഷം ഇവിടെ വന്നു. പിന്നെ ഇവിടെ വിവിധ ഓഫീസുകളിലും ഇതായിട്ട് ജോലി ചെയ്തു. പക്ഷേ അതിനിടയ്ക്ക് എപ്പോഴേക്കും നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ, പ്രതിഷേധങ്ങൾ, ചിലപ്പോൾ ചോദ്യം ചെയ്യലുകളൊക്കെ ചെറിയ രീതിയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എബി ജോർജ് എന്ന് പറഞ്ഞൊരു കമ്മീഷണർ ഉണ്ടായിരുന്നു കോഴിക്കോട്. അപ്പോൾ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് ഉണ്ടായ ഒരു ചെറിയ തർക്കം എന്ന് പറഞ്ഞാൽ അദ്ദേഹം നമ്മളോട് അതിൻ്റെ റിലീസ് മാറ്റി വയ്ക്കാൻ പറഞ്ഞു. പുള്ളി ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ റിലീസ് വരെ മാറ്റി വയ്ക്കാൻ പറഞ്ഞപ്പോൾ നമ്മളത് പറ്റില്ല എന്ന് പറഞ്ഞതും അപ്പോൾ താൻ സർവീസ് കാണില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഒരു തിരിച്ചൊരു പറച്ചിലുണ്ടാവുന്നത്. സർവീസിൽ ഞാൻ ഉണ്ടാവും സാർ, PSC എഴുതി കിട്ടിയതാണ്, സാറിന് എന്നെ ട്രാൻസ്ഫർ ചെയ്യോ പിന്നെ സസ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യാം, അത്രേ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവിടെ നിന്നാണ് ശരിക്കൊരു ഇതിൻ്റെ ഒരു തുടക്കം. എബി ജോർജ് വലിയ ദുഷ്പേര് കേൾപ്പിച്ചൊരു ഓഫീസറാണ്. എറണാകുളത്ത് പറവൂരിലൊരു പേരുമാറിയ ചെറുപ്പക്കാരനെ കൊന്ന സംഭവത്തിൽ അദ്ദേഹത്തിൻ്റെ ടീമായിരുന്നല്ലോ അന്ന് ആക്ഷേപിക്കപ്പെട്ടു, വരാപ്പുഴ ശ്രീജിത്തിന്. അതെ അതെ. അപ്പോൾ പക്ഷേ സേനയിൽ വലിയ സ്വാധീനം ഉണ്ടായിരുന്ന ആളാണ്, ഗവൺമെൻറ്റിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ആളായിരുന്നു തോന്നുന്നു. തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൽ അദ്ദേഹത്തിന് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു. കാരണം കോഴിക്കോട് കമ്മീഷണറായിരുന്നത് അദ്ദേഹം ആദ്യമായിട്ട് വരുന്നത് SP റാങ്കിലിരുന്നപ്പോഴാണ്. അന്ന് SP ആയിരുന്നു എല്ലാ ജില്ലാ പോലീസ് മേധാവിമാരും. പിന്നീട് കമ്മീഷണർമാർ DIGമാരെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കമ്മീഷണറായിട്ട് പിന്നെ DIG ആണ് വരേണ്ടത്. അപ്പോൾ DIG
റാങ്കിലെത്തിയ അദ്ദേഹം വീണ്ടും മറ്റേ വരാപ്പുഴ കേസിനൊക്കെ ശേഷം അദ്ദേഹം കോഴിക്കോട് കമ്മീഷനായിട്ട് വീണ്ടും വന്നു. എന്നാൽ ഒരിക്കലും കോഴിക്കോട് കമ്മീഷൻ ഒരു IG യുടെ പോസ്റ്റ് അല്ല. പക്ഷെ അദ്ദേഹം IG ആയി പ്രൊമോഷനായിട്ടും അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യാതെ അവിടെ തന്നെ നിർത്തി അദ്ദേഹത്തെ അവിടെ നിന്ന് തന്നെ റിട്ടയർ ചെയ്യാനുള്ളൊരു സൗകര്യമൊക്കെ സർക്കാർ ചെയ്തു കൊടുത്തു. അതിൽ നിന്ന് തന്നെ സ്വാധീനം നമുക്ക് മനസ്സിലാക്കാം. യഥാർത്ഥത്തിൽ ജോർജുമായിട്ടുള്ളൊരു അഭിപ്രായ വ്യത്യാസമാണ് അല്ലേ ഒരു ഏറ്റുമുട്ടലേക്ക് പോകുന്നത്? തുടക്കം അതാണ്. ഈ പരസ്യമായിട്ട് നമ്മളൊരു പുറത്തറിയുന്ന തരത്തിലുള്ളൊരു ഏറ്റുമുട്ടൽ വരുന്നത് ആ ഒരു സംഭവത്തോടു കൂടിയാണ്. അത് പ്രത്യേകിച്ച് ഒരു ഷോർട്ട് ഫിലിമായിട്ട് ബന്ധപ്പെട്ടത് കൊണ്ടും അത് വാർത്തകളാവുക അങ്ങനെ പുറത്തേക്ക് അറിയുകയാണ് ചെയ്തത്. അപ്പോൾ അന്നൊക്കെ സോഷ്യൽ മീഡിയ അത്ര പ്രബലമല്ലല്ലോ. പിന്നെ എന്താ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ട്രാൻസ്ഫർ കിട്ടിയോ, നടപടി വല്ലതും വന്നോ? അവിടുന്ന് നമ്മൾ അദ്ദേഹം പറഞ്ഞ അനുസരിക്കാതെ ഇരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളെ പിറ്റേ ദിവസം ഈ സിനിമയുടെ ഷോർട്ട് ഫിലിമിൻ്റെ റിലീസ് ഉള്ള ദിവസം ഞാൻ DCP ഓഫീസിലാണ് വർക്ക് ചെയ്തുകൊണ്ട്. അപ്പോൾ അവിടുന്ന് ട്രാഫിക്കിലേക്ക് മാറ്റുകയും അദ്ദേഹം വരുന്ന വഴിയുള്ള പോയിന്റിൽ ഡ്യൂട്ടിക്ക് ഇടണമെന്ന് പറയുകയും, അപ്പോൾ ട്രാഫിക്ക് നമ്മൾ 6 മണിക്കൂർ മൊത്തത്തിലുള്ള ഡ്യൂട്ടി 3 മണിക്കൂറിൻ്റെ 2 ഭാഗങ്ങളാണ്. അത് ഒരുമിച്ച് എടുത്തിട്ടാണ് പോലീസുകാർ പോകാറുള്ളത്. അപ്പോൾ നമ്മളത് ഒരുമിച്ച് എടുക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ഒരു ACPയെ തന്നെ അദ്ദേഹം ഡ്യൂട്ടിക്ക് ഇടുകയും ഒക്കെ ചെയ്തു. 5 മണിക്ക് പക്ഷെ നമ്മൾ പരിപാടി ആകുമ്പോഴത്തേക്ക് എത്തി. പക്ഷേ ഇദ്ദേഹം ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് കൊണ്ടും ഇതൊക്കെ വയർലെസ് സെറ്റിലൂടെ ഇങ്ങനെ ഉമേഷ് എന്ന് പറഞ്ഞ 81-13 പോലീസുകാരനെ ഇവിടെ ഡ്യൂട്ടിക്ക് ഇടണമെന്നും അയാൾക്ക് ലീവ് കൊടുക്കരുതെന്നൊക്കെ കമ്മ്യൂണിക്കേഷൻ നടന്നതുകൊണ്ട് കുറേ പോലീസുകാർ അറിഞ്ഞു. അപ്പോൾ നമ്മുടെ പരിപാടിയിൽ വലിയ ജനപങ്കാളിത്തം ഉണ്ടായി. അതൊരു വിജയമായി മാറി. പിന്നീട് നമ്മൾ ട്രാഫിക്കിലേക്ക് തന്നെയായിരുന്നു നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇദ്ദേഹം അന്ന് മലബാർ ഗോൾഡിൻ്റെ ഫണ്ട് മേടിച്ചിട്ടാണ് ഈ സിനിമ നിർമ്മിച്ചത്. അപ്പോൾ അന്ന് 12 ലക്ഷം രൂപ അവരോട് മേടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിർമ്മാതാവിൻ്റെ പേര് AV ജോർജ് IPS എന്നാണ് വെച്ചിരുന്നത്. നിർമ്മാണം സിറ്റി പോലീസ് എന്നാണ് വെച്ചിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു സർക്കാർ തസ്തികയും സർക്കാർ ഓഫീസും ആയതുകൊണ്ട് അതിൻ്റെ കണക്കുകൾ അവിടെ ഉണ്ടാവണം. നമ്മൾ വിവരാവകാശ നിയമപ്രകാരം ഈ സിനിമ നിർമ്മിച്ചതിൻ്റെ കണക്കുകൾ ചോദിച്ചു. അതിൻ്റെ കണക്ക് തന്നില്ല. അപ്പോൾ ഇദ്ദേഹം ഹൈദരാബാദിലൊരു കോഴ്സ് ഉണ്ടായിരുന്നു. ആ കോഴ്സിന് പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് മറുപടി വന്നു, കമ്മീഷണർ സ്ഥലത്തില്ലാത്തതിനാൽ കണക്കുകൾ ലഭ്യമല്ല. അയാൾ പോകുന്നിടത്ത് കൊണ്ടുപോകുന്ന സാധനമല്ലല്ലോ ഈ കണക്ക്, ഓഫീസിൽ ഉണ്ടാവേണ്ടതാണ്. പക്ഷെ അയാൾ പോയിട്ട് പിന്നെ വരട്ടെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹം ട്രാൻസ്ഫർ ആയി പോവുകയും പിന്നീട് വത്സൻ സാർ കമ്മീഷനായിട്ട് വരികയും ചെയ്തു. അത് കഴിഞ്ഞു. പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം വീണ്ടും തിരിച്ചെത്തുന്നത്. വീണ്ടും DIG ആയിട്ട് അദ്ദേഹം തിരിച്ചെത്തിയ സമയത്താണ് ഡോക്ടർ ബിജു കാട് പൂക്കുന്ന നേരം എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു സീൻ ഷെയർ ചെയ്തത്. അപ്പം എനിക്കത് അതിൽ വളരെ ഇഷ്ടപ്പെട്ടൊരു സാധനമായിരുന്നു. കാരണം ഒരു പോലീസുകാരനോട്, ഇന്ദ്രജിത്തിൻ്റെ പോലീസുകാരനോ റിമാർക്ക് അല്ലെങ്കിലും തമ്മിലൊരു സംഭാഷണമാണ്. അപ്പോൾ അതിൽ ഇയാൾ മാവോയിസ്റ്റ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് മാവോയിസ്റ്റ്, ആരാണ് മാവോയിസ്റ്റ് എന്ന് ചോദിക്കുന്നൊരു സാധനം. അപ്പോൾ എന്നെപ്പോലെ എല്ലാ പോലീസുകാർക്കും ആ കാര്യം അറിയില്ല, ആരാണ് മാവോയിസ്റ്റ് എന്ന് നമുക്കറിയില്ല. അപ്പോൾ ആ പുള്ളി പറയുന്നു ഇങ്ങനെ ആദിവാസികളുടെ ഇടയിൽ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ആ ഒരു സംഭാഷണത്തിൻ്റെ ആ ഒരു സീൻ എനിക്ക് ഇഷ്ടപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഡോക്ടർ ബിജുവിൻ്റെ പോസ്റ്റ് ഷെയർ ചെയ്തു. അപ്പോൾ അതിലാണ് അദ്ദേഹം ഈ പറഞ്ഞ പന്തീരങ്കാവ് UAPA കേസ് നിലനിൽക്കുന്ന സമയത്ത് പോലീസ് ഭരണകൂട ഭീകരത ചിത്രീകരിക്കുന്ന സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് പോലീസിൻ്റെ അന്തസ്സിനെ ബാധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊരു മെമ്മോ തരുന്നത്. ഈ വയനാട്ടിൽ ജോർജിന് എന്തോ ഒരു റോൾ ഉണ്ടായിരുന്നില്ലേ? മാവോയിസ്റ്റുകളെ അടിച്ചമർത്താനുള്ള സേനയിലെ ചുമതല എന്തോ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. അദ്ദേഹം വയനാട്ടിൽ വർക്ക് ചെയ്തു, വയനാട്ടിൽ ജോലി ചെയ്തിരുന്നു. അവിടുത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് എനിക്ക് കാലത്ത് SP ആയിരുന്നപ്പോൾ ആ ഒരു ചുമതല ഉണ്ടായിരുന്ന സംശയമുണ്ട്, പറഞ്ഞു കേട്ടിരുന്നു അങ്ങനെ. അപ്പോൾ ഈ സിനിമയുടെ ഒരു പ്രശ്നം കൂടി ഉണ്ട് അതിലല്ലേ? അപ്പോൾ സിനിമ ആസ്വാദനം എഴുതിയെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മറുപടി തന്നു. അപ്പോൾ അതിന് ഞാനൊരു 7 പേജുള്ള മറുപടി കൊടുത്തു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു ഈ 67 പേര് ലൈക്ക് ചെയ്ത ഒരു പോസ്റ്റ് അല്ല പോലീസിന് അപമാനം ഉണ്ടാക്കുന്നത്. അതേസമയം ഇതിലുള്ള ഉരുട്ടിക്കൊലകളും അഴിമതി, കൈക്കൂലി അങ്ങനെയുള്ള അതായത് അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ പോലീസിന് അപമാനകരമായിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു മറുപടി കൊടുത്തു. അപ്പോൾ അവിടെ നിന്നാണ് ശരിക്കൊരു ഈ ഫൈറ്റ് മോഡ് ഓൺ ആകുന്നത്, ഏറ്റുമുട്ടൽ വരുന്നത്. അതിനുശേഷം എന്ത് നടപടി വല്ലതും വന്നു? അതിനുശേഷം പിന്നെ 1-2 നടപടികൾ എടുത്തു, ഓരോ കാര്യങ്ങൾ, നിസ്സാര കാര്യങ്ങൾ പറഞ്ഞിട്ട്. അപ്പോഴാണ് ഈ ആതിരായിട്ടുള്ള പ്രണയം, ഈ ജാനമ്മ കുഞ്ഞുണ്ണി എന്ന് പറഞ്ഞൊരു നേതാവുണ്ട്, അവർ ഈ ജോർജിനോട് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും പുള്ളി പഴയ നമ്മുടെ സന്ദേശ സിനിമയിലെ ശങ്കരാടി പറഞ്ഞ പോലെ ഇവൻ എന്ത് പറഞ്ഞാലും ഇവൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടും, പരസ്യമായിട്ട് പറയും. ഇതൊരു പെണ്ണ് കേസാണല്ലോ എന്നാണ് പുള്ളിയുടെ ധാരണ. അപ്പോൾ ഈ പെണ്ണ് കേസ് പെട്ട് കഴിഞ്ഞാൽ പുറത്തു അറിയില്ലല്ലോ. അപ്പോൾ ഇതിൽ പിടിച്ചൊതുക്കാന്നുള്ള രീതിയിലാണ് അതിനെ വിഷയമാക്കിയിട്ട് ആതിരയുടെ അമ്മയുടെ ഒരു പരാതിയൊക്കെ പോലീസുകാരനെ മേടിച്ചിട്ട് എന്നെ സസ്പെൻഡ് ചെയ്യുന്നത്.
പക്ഷെ ഞങ്ങളാണെങ്കിൽ ഈ പ്രണയം എങ്ങനെ നാട്ടുകാരെ അറിയിക്കുന്നൊക്കെ ഉം. അറിയിക്കണമല്ലോ എന്തായാലും. അതെ. അപ്പം ബന്ധുക്കൾക്കറിയാം, സുഹൃത്തുക്കൾക്കറിയാം, കൂടെ ഉള്ളവർക്കറിയാം. നമ്മൾ കോഴിക്കോട് ഇറങ്ങി നടക്കുന്നതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും അതൊരു പബ്ലിക്കിലേക്ക് എത്തിക്കാൻ എങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇയാൾ ഈ സർക്കാർ പേപ്പറിൽ അടിച്ചു തരുന്നത്. അപ്പോൾ നമ്മളത് ഫേസ്ബുക്കിലിട്ട് പരസ്യമായിട്ടിട്ടു. അതോടുകൂടി ഇവർ പ്രതിരോധത്തിലായി. പിന്നെ നമ്മൾ സസ്പെൻഷൻ്റെ കാരണം ചോദിച്ച മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞു. എല്ലാവർക്കും നമ്മൾ ഇൻ്റർവ്യൂ കൊടുത്തു. അപ്പോൾ ഈ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞൊന്നും മാധ്യമങ്ങളിൽ ഇൻ്റർവ്യൂ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ തുടരെ ഒരു 4 നടപടികൾ എടുത്തു. അത് തിരിച്ചും മറിച്ചു. ഇപ്പോൾ ഒരു PR കുന്നമംഗലം CIനെ അന്വേഷിക്കാൻ ഏൽപ്പിച്ചത് മാധ്യമങ്ങളോട് സംസാരിച്ചതും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതും, അതാണ് കുറ്റം. വെള്ളയിൽ കൊടുത്തത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതും മാധ്യമങ്ങളോട് സംസാരിച്ചതും. ഇങ്ങനെയൊക്കെ രസകരമായിട്ട് അദ്ദേഹം കുറേ PR ഉണ്ടാക്കി. ഇൻക്രിമെൻ്റ് തുരുതുരാ വെട്ടി. അപ്പോൾ പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും ഇനി തിരിഞ്ഞ് നോക്കേണ്ടതില്ല എന്നുള്ളൊരു മൂഡിലേക്ക് വരികയും കൃത്യമായിട്ട് നമ്മൾ മറുപടി പറയുകയും നമ്മൾ ശക്തമായിട്ട് തന്നെ പ്രതിരോധിക്കാൻ തുടങ്ങി. അവസാനം പത്തനംതിട്ട ആറന്മുളയിലേക്ക് പോയി. അവിടെ എന്താ ഉണ്ടായേ? ആറന്മുളയിലേക്ക് പോകാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്, നമ്മൾ ഒരു PR കർണാടകയിലേക്ക് ഒരു പ്രതിയെ പിടിക്കാൻ പോയിരുന്നു. അപ്പോൾ ആ പ്രതിയെ നമ്മൾ 30 വർഷമായിട്ട് അബ്സ്കോണ്ടിങ് ആയിട്ടുള്ള ഒരു വാഹനാപകട കേസിലെ പ്രതിയാണ്. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ വളരെ കുറേയൊക്കെ ഭാഗ്യം കൊണ്ടും കുറേയൊക്കെ ആൾക്കാരുടെ സഹകരണം കൊണ്ടും നമ്മുടെ വർക്ക് കൊണ്ട് നമ്മൾ ആളുടെ അടുത്തെത്തിയ സമയത്ത് നമ്മൾ തിരിച്ചു വിളിച്ചു. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ എഴുതിയിരുന്നു പോസ്റ്റിൽ. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു അച്ചടക്ക നടപടി ഓപ്പൺ ആക്കിയിട്ട് ഇട്ടിരുന്നു. അപ്പോൾ ആ നമ്പർ വെച്ചിട്ടാണ് നമ്മളെ സ്ഥലം മാറ്റുന്നത്. പക്ഷെ അത് യഥാർത്ഥത്തിൽ ഇന്ന് KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിഷയങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ ആ പോസ്റ്റ് സൂചിപ്പിക്കാതെ ആ പോസ്റ്റ് വന്ന ഉടനെയാണ് പത്തനംതിട്ടയ്ക്ക് എത്തുന്നത്. പത്തനംതിട്ട എത്തി അവിടെ എയർ ക്യാമ്പിലായിരുന്നു ആദ്യം ഡ്യൂട്ടി തന്നിരുന്നത്. അവിടെ നമ്മൾ ഡ്യൂട്ടി ചെയ്ത് പോവുമായിരുന്നു. പിന്നീട് ആറന്മുള പോലീസ് സ്റ്റേഷനിലേക്ക് മാറി. അപ്പോൾ ആ സമയത്താണ് വാസുവേട്ടനെ, ഗ്രോവാസുവിനെ പോലീസ് കോടതിയിലേക്ക് എത്തിക്കുന്നത്. മറ്റേ പ്രതിഷേധ പ്രകടനം നടത്തിയെന്നുള്ള ഒരു വ്യാജ കേസിൽ. അപ്പോൾ അത് സത്യത്തിൽ നമ്മൾ ആ സാധനം കാണുമ്പോഴും വാസുവേട്ടൻ്റെ വേഷം വരുമ്പോഴും ഞാൻ കാണുന്നത് എന്നെ തന്നെയാണ്, അതായത് പോലീസുകാരെ തന്നെയാണ്. ഒരു പോലീസുകാരനെതിരെ ഇവർ ഒരു മേലുദ്യോഗസ്ഥൻ ഒരു റിപ്പോർട്ട് അയക്കുന്നു, ഒരു അച്ചടക്ക നടപടി സ്വീകരിക്കുന്നു, ഒരു ഓർഡർ ഇടുന്നു, ഒരു അന്വേഷണത്തിന് ഓർഡർ ഇടുന്നു. അതിട്ട് കഴിഞ്ഞാൽ ആ പോലീസുകാരൻ്റെ ജീവിതം മാറുകയാണ്. പിന്നെ അയാൾ ഈ പറഞ്ഞ ആരോപണങ്ങൾ ഇല്ലാന്ന് തെളിയിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടണം. കോടതിയിൽ നടക്കുന്ന പോലെ നീതിപൂർവമായിട്ടുള്ള വിചാരണ നടക്കില്ല. കൃത്യമായിട്ട് അയാൾക്ക് പറയാനുള്ള വോയിസും അയാൾക്ക് സാക്ഷികളെ ചോദ്യം ചെയ്യാനുള്ള അവസരമൊക്കെ ഉണ്ടെങ്കിലും ഈ ഉദ്യോഗസ്ഥർ അധികാരം ഉപയോഗിച്ച് അത് അടിച്ചമർത്തുന്നതാണ് പലപ്പോഴും കാണാറുള്ളത്. ഇപ്പോൾ പ്രതിയുടെ മുമ്പിൽ വെച്ചിട്ടാണ് സാക്ഷിയെ വിസ്തരിക്കേണ്ടത്. ഇപ്പോൾ വയനാട് ഒരു വിജിതാമോൾ എന്ന് പറഞ്ഞ പോലീസുകാരിയുണ്ട്. അവരുടെ ഒരു PR CIനെ അന്വേഷിക്കുന്ന CI അന്വേഷണ ഉദ്യോഗസ്ഥൻ സാക്ഷിയായിട്ടുള്ള CIനെ അദ്ദേഹത്തിൻ്റെ റൂമിൽ വാതിലൊക്കെ അടച്ചിട്ടൊരു മൊഴിയെടുത്തിട്ട് ഇവരോട് ഒപ്പിട്ട് കൊടുക്കാൻ പറയുന്നു. അപ്പോൾ അത്തരത്തിലൊക്കെ ഇതിൽ കൃത്രിമം കാണിച്ചിട്ടാണ് ഈ PR നടത്തുന്നത്. അപ്പോൾ അത് പോലീസുകാർക്ക് ഒരിക്കലും 90% നീതി കിട്ടാത്തൊരു പരിപാടിയാണ്. അപ്പോൾ അതിന് തുല്യമായിട്ടാണ് ഞാൻ ഈ വാസുവേട്ടനെതിരെയുള്ള നടപടിയെ കണ്ടത്. അദ്ദേഹത്തിനെതിരെ ഒരു കള്ളക്കേസ് ഇടുന്നു. സാധാരണഗതിയിൽ ഇത്തരം കേസ് എടുക്കുമ്പോൾ കുറ്റം സമ്മതിക്കുന്നു, ചെറിയ ഫൈൻ അടയ്ക്കുന്നു, അതോടുകൂടി കേസ് തീരുന്നു. അതാണ് കോടതിയിൽ സംഭവിക്കാറുള്ളത്. പക്ഷെ വാസുവേട്ടൻ അതിനെ പ്രതിരോധിച്ച് ഞാൻ കുറ്റം ചെയ്തിട്ടില്ല. അദ്ദേഹം വാദിക്കാനും പോയിട്ടില്ല, അദ്ദേഹം വക്കീലിനെ വെച്ചിട്ടില്ല. പ്രോസിക്യൂഷൻ മാത്രം വാദിച്ച് എന്നിട്ട് ആ കേസ് പൊട്ടിപ്പോവുകയാണ് ചെയ്തത്. ഒന്നും ഇല്ല, കള്ളക്കേസാണെന്നുള്ളത് പച്ചയായിട്ട് തെളിഞ്ഞ സമയത്താണ് വാസുവേട്ടനെ ജയിലിൽ നിന്ന് പുറത്ത് വിടുന്നത്. അപ്പോൾ ഞാൻ വാസുവേട്ടൻ്റെ ഒരു ഫോട്ടോ എടുത്തു. ഞാൻ ജയിലിൻ്റെ പരിസരത്ത് പോയിരുന്നു. നമ്മൾ വൈഫിനെ യൂണിറ്റി സ്റ്റുഡിയോയിലാക്കിയിട്ട് വരുന്ന വഴിക്കാണ് ഈ ആൾക്കൂട്ടം കാണുന്നതും. അപ്പോൾ വാസുവേട്ടനെ വിടുകയാണെന്ന് അറിയുകയും ചെയ്തപ്പോൾ ഞാൻ അവിടെ കയറി ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ എടുത്തു. അവിടെ സ്പെഷ്യൽ ബ്രാഞ്ചരൊക്കെ ഉണ്ടായിരുന്നു, അവരോടൊക്കെ ഞാൻ കണ്ടു, പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇത് വരുന്നത്. അപ്പം അതിനുശേഷം ഈ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഇൻ്റലിജൻസ് നിന്ന് പത്തനംതിട്ടയ്ക്ക് വന്നു. അങ്ങനെ പത്തനംതിട്ട DYSP എനിക്കൊരു മെമ്മോ തരുന്നു. താങ്കൾ ഇങ്ങനെ പ്രതിയായിരുന്ന ആളെ, പ്രതിയായിട്ടുള്ള എന്നാണ് പറയുന്നത്, അങ്ങനെ കുറ്റമുക്തനായ ആളെ പറ്റിയാണ് പറയുന്നത്. അയാളുടെ കൂടെ ഫോട്ടോ എടുത്തത് പോലീസ് സേനയുടെ അന്തസ്സും അഭിമാനമൊക്കെ തകർത്തു എന്ന് പറഞ്ഞിട്ട് അയാളൊരു മെമ്മോ തരുന്നത്. അപ്പോൾ അതിന് ഞാനൊരു മറുപടി കൊടുത്തു. ആ മറുപടിയിൽ ഈ പറഞ്ഞ പോലെ പണ്ട് ജോർജിന് കൊടുത്തതുപോലെ തന്നെ ഞാൻ ഒരു കോടതി വെറുതെ വിട്ട ഒരാളുടെ ഫോട്ടോ ഇടുന്നത് പോലീസിന് അപമാനമല്ല. അതേസമയം ഈ മെമ്മോ തന്ന ആള് പോലീസ് സേനയ്ക്ക് ഒരുപാട് അപമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ അത്ര, അതായത് പത്തനംതിട്ടയിലൊരു കേൾവി കേട്ട ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ നെഗറ്റീവ് കാര്യങ്ങൾ കൊണ്ട്, പോലീസ് സേനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട്. എന്തായിരുന്നു പേര്? നന്ദകുമാർ എന്നായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ഇതൊക്കെയാണ് പോലീസിന് അപമാനം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാനൊരു മറുപടി കൊടുത്തു. ആ മറുപടി തൃപ്തികരമല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും ഒരു മെമ്മോ. സ്വാഭാവികമായിട്ടും നമ്മൾ മറുപടി കൊടുത്തത് തൃപ്തികരമല്ലെങ്കിൽ അയാൾ നടപടി എടുക്കാം. അതിൽ
അടുത്ത നടപടിയിലേക്ക് കടക്കാം. പിന്നെ അത് പോരാ, തൃപ്തികരമല്ല, എനിക്ക് തൃപ്തികരമായ മറുപടി നിങ്ങൾ തരണം എന്ന് അയാൾക്ക് പറയാനുള്ള അധികാരമില്ല. അത് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും മറുപടി കൊടുത്തു. അങ്ങനെയാണ് പത്തനംതിട്ടയിലെ ഒരു ഫൈറ്റ് ആരംഭിക്കുന്നത്. പിന്നീട് പക്ഷേ നമ്മൾ ആറന്മുള സ്റ്റേഷനിലെത്തിയപ്പോൾ അവിടുത്തെ SHO എന്ന് പറയുന്ന പോലീസുകാരുടെ മുമ്പിൽ നിന്ന് തെറി വിളിക്കും, ജനങ്ങളെ തെറി വിളിക്കും. അപ്പോൾ വളരെ തെക്ക് ഭാഗത്തും കേൾക്കുന്ന ഒരു വളരെ ഒരു നമുക്ക് അറപ്പ് തോന്നുന്ന അല്ലെങ്കിൽ വെറുപ്പ് തോന്നുന്ന ഒരു തെറിയായിരുന്നു അദ്ദേഹം സ്ഥിരമായിട്ട് പ്രയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തോട് പറയുന്നത് ഇങ്ങനെ സാർ ഇത് ഉപയോഗിക്കരുതെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ഉപയോഗിക്കും, നീ ആരാ എന്നെ ചോദ്യം ചെയ്യാന്നുള്ള രീതിയിലാണ് പുള്ളി സംസാരിച്ചത്. ഞാനത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. ഇങ്ങനെയാണ് ഈ തെറി കേൾക്കുന്ന പോലീസുകാരാണ് റോട്ടിലിറങ്ങി ജനങ്ങളുടെ അടുത്തേക്ക് നിൽക്കേണ്ടത്, ആ പോലീസുകാരിൽ നിന്ന് ജനങ്ങൾക്ക് നീതി പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്നുള്ള അർത്ഥത്തിൽ തന്നെ പോസ്റ്റ് ഇട്ടു. അതോടുകൂടി ആ സംഭവം നിന്നു. പിന്നെ പുള്ളി തെറി വിളിക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല. അപ്പം അങ്ങനെയാണ് സ്റ്റേഷനിലെ ഒരു പ്രശ്നങ്ങളുടെ തുടക്കം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു പക നമ്മളോട് തീർക്കുന്ന രീതിയിൽ നമ്മളെ വളരെ ബുദ്ധിമുട്ടിക്കുകയും നമ്മൾ ഒരുപാട് കേസുകൾ നമ്മൾ എഴുതുന്നതിൻ്റെ ഇടയിൽ പത്തനംതിട്ടയൊക്കെ ട്രാഫിക് ഡ്യൂട്ടി ഈ ആറന്മുള സ്റ്റേഷനിലൊന്നും ഡ്യൂട്ടിയുടെ ആവശ്യമില്ല, ട്രാഫിക് അത്ര തിരക്കുണ്ടാവാറുന്നില്ല. കോഴഞ്ചേരിയും തെക്കേമലയായിട്ട് 2 ഹോം ഗാർഡുകൾ ഡ്യൂട്ടിക്ക് ഇടും, 4 പേരുണ്ട്, അവർ മാറി മാറി ഡ്യൂട്ടി ചെയ്യുക. അപ്പോൾ നമ്മളെ മനഃപൂർവ്വം രാവിലെ 8 മണി തൊട്ട് 2 മണി വരെ ഡ്യൂട്ടിക്ക് ഇടും. എന്നിട്ട് നമ്മളെ നോട്ട്ബുക്കിൽ കുറേ കേസ് അന്വേഷിക്കാനുള്ളത് എഴുതി തരും. അപ്പോൾ സ്വാഭാവികമായിട്ട് 6 മണിക്കൂർ ട്രാഫിക് ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റാണ് കിട്ടുന്നത്. കാരണം നമ്മൾ റോട്ടിൽ വെയിലത്ത് നിൽക്കുന്നതാണ്. അതിന് പകരം നമ്മൾ കേസ് എഴുതണം, പിറ്റേ ദിവസം രാവിലെ കേസ് തീർന്നില്ല എന്ന് ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനവിടെ 6 മണിക്കൂർ ട്രാഫിക് ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കേസ് എഴുതൂല എന്ന് തന്നെ ഞാൻ പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് അവിടുത്തെ സ്റ്റേഷനുകൾ പ്രശ്നം ഉണ്ടാകുന്നത്. പിന്നെ അദ്ദേഹം തന്നെ ഒരു പ്രതിയെ ഇറക്കി വിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. ഒരു കഞ്ചാവ് പ്രതിയെ വാറണ്ടുള്ള ഒരു കഞ്ചാവ് കച്ചവടക്കാരനെ ഒരു പോലീസുകാരൻ ഒറ്റയ്ക്ക് തെങ്കാശി പോയിട്ട്, ആളെയൊന്നും കൂടുതൽ കൊടുക്കില്ല, പോയി പിടിച്ചുകൊണ്ടെന്ന് അയാളെ കോടതിയിൽ ഹാജരാക്കേണ്ടതാണ്. പക്ഷേ അദ്ദേഹത്തെ രാത്രി ഇറക്കി വിടാൻ പറഞ്ഞു. അന്ന് ഞാനായിരുന്നു GD ചാർജ്. അപ്പം എന്നോട് ഇറക്കി വിടാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇറക്കി വിട്ടില്ല. ബസ് കയറ്റി വിടാനൊക്കെ പറഞ്ഞത്. അടൂര് കൊണ്ടുപോയി ബസ് കയറ്റി വിടാൻ പറഞ്ഞു, അതല്ലെങ്കിൽ കൊട്ടാരക്കര കൊണ്ടുവിടാനുള്ള ഏർപ്പാടൊക്കെ ചെയ്യാൻ പറഞ്ഞു. പക്ഷെ ഞാൻ ചെയ്തില്ല. അപ്പോൾ ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് അയാളെ കിടത്താൻ പറഞ്ഞു. CI പറഞ്ഞു ഞാൻ അവിടെ അയാളോട് കിടന്നോളാൻ പറഞ്ഞു. അയാൾ വിസിറ്റേഴ്സിൻ്റെ ഏരിയയിൽ കിടന്നു. പിറ്റേ ദിവസം രാവിലെ CI വന്നിട്ട് അയാളെ പറഞ്ഞയക്കുകയും ചെയ്തു. അപ്പോൾ ഈ സംഭവമൊക്കെ പുറത്തു വന്നു, അദ്ദേഹത്തിന് നടപടിയൊക്കെ വന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് അങ്കമാലിയിൽ ഒരു ഗുണ്ടാബന്ധം, ഗുണ്ടയുടെ വീട്ടിൽ വിരുന്നിന് പോയ ഒരു DYSPയെ പോലീസ് പിടിക്കുന്നത്. ആരോ വന്നു എന്ന് പറഞ്ഞ് പിടിച്ചപ്പോൾ DYSP ആയിപ്പോയി. അപ്പോൾ അദ്ദേഹത്തെ റിട്ടയർ ആവാൻ 3 ദിവസം മുമ്പ് സസ്പെൻഡ് ചെയ്തു. മുഖ്യമന്ത്രി ഇടപെട്ട് സസ്പെൻഡ് ചെയ്തു. അത് വലിയ വാർത്തയൊക്കെയായി. ആ സമയത്താണ് ഞാൻ മുഖ്യമന്ത്രിക്ക് കത്ത് എഴുതുന്നത്. ഈ 3 ദിവസം മാത്രം ബാക്കിയുള്ള ഇദ്ദേഹത്തിനെ കൊണ്ട് ഈ പോലീസ് സേനയിലെ ഗുണങ്ങളൊന്നും ഇനി ഗുണ്ടകൾക്ക് കിട്ടാൻ പോകുന്നില്ല. അദ്ദേഹം ചെയ്തു കൊടുത്ത ഉപകാരങ്ങളുടെ നന്ദിയായിരിക്കും അവർ പാർട്ടി കൊടുക്കുന്നത്. പക്ഷെ ഇനി 20-30 വർഷമുള്ള ആൾക്കാർ ഈ ഇത്തരത്തിൽ ഗുണ്ടാബന്ധവും ക്രിമിനൽ ബന്ധമൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയാണ് നമ്മൾ നിരീക്ഷിക്കേണ്ടതും ചെയ്യേണ്ടതും എന്ന് ഉദാഹരണ സഹിതം വെച്ചിട്ട് നമ്മളുടെ അനുഭവങ്ങളും നമ്മൾ നേരിട്ടുള്ള കാര്യങ്ങളും വെച്ചിട്ട് മുഖ്യമന്ത്രിക്ക് കത്തെഴുതി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സിസ്റ്റത്തിലെ മൊത്തത്തിലുള്ളൊരു സംഭവം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അധിപം നിലനിൽക്കാണ് ഞാൻ മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയത്. നമ്മൾ ഇത്രയും കാലത്ത് അനുഭവം വെച്ചിട്ട് മുഖ്യമന്ത്രി കത്തെഴുതിയാൽ ആ കത്ത് മുഖ്യമന്ത്രി കാണുക പോലും ഇല്ല. മാത്രമല്ല അത് കറങ്ങി തിരിഞ്ഞ് അന്വേഷിക്കാൻ വരുന്നത് ആറന്മുള പോലീസ് സ്റ്റേഷനിലായിരിക്കും. അല്ലാണ്ട് ഒന്നും സംഭവിക്കില്ലെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അത് ഞാൻ പരസ്യമായിട്ട് തന്നെ ഫേസ്ബുക്കിൽ ഇടുകയും ചെയ്തു. പിറ്റേ ദിവസം ഞാൻ എന്നെ സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞു. ഇതുവരെ എൻ്റെ പരാതിയിൽ ഒരു അന്വേഷണം നടന്നിട്ടില്ല. പക്ഷേ എൻ്റെ സസ്പെൻഡ് ചെയ്തിട്ട് ഇതിൽ അന്വേഷിച്ചു, ഞാൻ കുറ്റക്കാരാണെന്ന് പറഞ്ഞ് നോട്ടീസ് വന്നു. അതിന് മറുപടി കൊടുത്തിട്ട് ഇപ്പോൾ 3 മാസത്തിലധികമായി. അതിൽ നടപടി ഉണ്ടായിട്ടില്ല. പക്ഷെ സമാന്തരമായിട്ട് എൻ്റെ ഇതുവരെയുള്ള ജോർജ് ഉണ്ടാക്കിയിട്ടുള്ള അച്ചടക്ക നടപടികളെല്ലാം, അതടക്കമുള്ള അച്ചടക്ക നടപടികളൊക്കെ കൂടി സമാഹരിച്ച് മൊത്തത്തിലുള്ളൊരു ഏകീകൃത അന്വേഷണം നടത്തിയിട്ട് എന്നെ പ്രശ്നക്കാരനാണ്, ഇയാളൊരു കുഴപ്പക്കാരനാണെന്നുള്ള നിലയ്ക്ക്, അതെ, ഇയാൾ സ്ഥിരം കുഴപ്പക്കാരനാണെന്നുള്ള സ്ഥിതിക്ക് തിരിച്ചുവിടാൻ തീരുമാനിച്ചു. നിയമപരമായിട്ട് ഇനി അങ്ങനെ യുദ്ധം ചെയ്യാനുള്ള പരിപാടി ഉണ്ടോ? ഇനിയിപ്പോൾ ഇതിലൊരു അപ്പീലാണ് ഓപ്ഷൻ. SP ആണ് പിരിച്ചുവിട്ടത്. അപ്പം DIGക്ക് ഒരു അപ്പീൽ കൊടുക്കാം. അപ്പീൽ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഗവൺമെൻറ്റിലേക്ക് ഒരു ഇത് കൊടുക്കാം. അതും തള്ളി കഴിയുമ്പോൾ നമുക്ക് ട്രിബ്യൂണലിലേക്ക് പോകാം. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോയി കേസ് നടത്താം എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നും തള്ളി പോകുകയാണെങ്കിൽ പിന്നെ ഹൈക്കോടതിയിൽ തന്നെ പോകാം. ഒരു നീണ്ട പ്രോസസ്സാണ്, വളരെ കാലം പിടിക്കുന്നൊരു പ്രോസസ്സാണ് നിയമപരമായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഞാൻ 2 മാസത്തിൻ്റെ ഉള്ളിലാണ് അപ്പീൽ കൊടുക്കേണ്ടത്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സാധാരണ ഇപ്പോൾ 1.5 കൊല്ലമാണ് എൻ്റെ ഒരു സസ്പെൻഷൻ. അതായത് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട മുഖ്യമന്ത്രിക്ക് കത്ത് എഴുതി, ആ കത്ത് അവിടെ കിടപ്പുണ്ട്, ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് അവിടെ കിടപ്പുണ്ട്. പക്ഷെ അത് ഉണ്ടെന്ന് തെളിയിക്കാൻ അവരെടുത്തത് 1.5 വർഷമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് അവരുടെ ഒരു 6 മാസം 1 വർഷമൊക്കെ അവർ പെൻഡിങ് വെക്കാം.
അതിനുശേഷം നമ്മൾ ഇത് തള്ളിക്കൊണ്ട് മറുപടി തരാനാണ് സാധ്യത കാണുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നെ കോടതിയിൽ പോയി നടപടിയൊക്കെ തീരുമ്പോൾ ഒരു 3-4 വർഷം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ കേരള പോലീസിൽ സമീപകാലത്ത് വളരെ എക്സ്പോസ്ഡായ, പബ്ലിക്കിന് മുമ്പിൽ എക്സ്പോസ്ഡായ ഒരുപാട് ഈ ക്രിമിനൽ മാഫിയ ബന്ധങ്ങൾ, വലിയ ഓഫീസർമാർ, IG, ADGP ലെവലിലുള്ളവർ വരെ അതിൽ പങ്കാളികളാണ്. ഈവൻ DGP പോലും. ഇപ്പം മോൺസൺ മാവുങ്കലിൻ്റെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് അതിൽ DGP ലോക്നാഥ് ബെഹ്റയും ADGP മനോജ് എബ്രഹാമുമാണ് അന്ന് ഈ മാവുങ്കലിൻ്റെ പഴയ കസേരയിലിരിക്കുന്നത്, ഉടവാളൊക്കെ ആയിട്ടിരിക്കുകയാണ്. അത്രയ്ക്ക് പരിഹാസ്യമായ തരത്തിലുള്ള കാര്യങ്ങൾ പോലും വന്നിട്ടുണ്ട്. ഇപ്പോൾ എറണാകുളത്ത് ഒരു ഗർഭിണിയായ സ്ത്രീയെ മുഖത്തടിച്ച SHOയുടെ കേസ് വന്നു. നേരത്തെ ജോർജിൻ്റെ പേര് മാറിപ്പോയിട്ട് ആളെ ഉരുട്ടിക്കൊന്ന സംഭവം വന്നു. ഒരുപാട് പേര്, നമ്മുടെ തച്ചങ്കരിയെ പോലുള്ള ആളുകൾ വളരെ കൃത്യമായിട്ട് ഈ ഇവിടുത്തെ കേരളത്തിലെ പലതരത്തിൽപ്പെട്ട മാഫിയകളായിട്ട് ബന്ധമുണ്ടെന്ന് എക്സ്പോസ്ഡായി. പക്ഷെ അവരൊന്നും അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ സേനയ്ക്ക് അപമാനകരമാണെന്ന് ഏതെങ്കിലും നിലയ്ക്ക് എവിടെയെങ്കിലും രേഖപ്പെടുത്തപ്പെടുന്നില്ല. സാധാരണ പോലീസുകാരെ നിയന്ത്രിക്കുന്ന രീതിയിൽ അവരെ നിയന്ത്രിക്കാൻ ഗവൺമെൻറ്റിന് കഴിയുന്നില്ല. അതിൻ്റെ കാരണം എന്തായിരിക്കും? അത് ഒരു മാഫിയാണ്, ഒരു നെക്സസ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു സംഘമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഇപ്പോൾ 100 രൂപ കൈക്കൂലി വാങ്ങി എന്നൊരു ആരോപണം വന്നിട്ട് സസ്പെൻഡ് ചെയ്ത പോലീസുകാരൻ കോഴിക്കോട് സിറ്റിയിലുണ്ട്. അപ്പോൾ സസ്പെൻഡ് ചെയ്ത് പിന്നെ തിരിച്ചു കയറിയാണ്. അതേസമയം ഇപ്പോൾ ഈ DIGക്കെതിരെ വന്ന അലിഗേഷൻ ചില്ലറയൊന്നുമല്ല, കോടികളുടെ ഇടപാടാണ്. കോടികൾ, അതും രേഖാമൂലം ബാങ്ക് അക്കൗണ്ടിലേക്ക് വാങ്ങിയ കോടികളാണ്. ആ കോടികൾ വന്നിട്ട് അദ്ദേഹം സസ്പെൻഡ് ചെയ്യാൻ എത്ര ദിവസം എടുത്തു? മാത്രമല്ല അദ്ദേഹത്തെ ഒരുപാട് പരാതികൾ വന്നിട്ടും അദ്ദേഹത്തെ സംരക്ഷിച്ചു. അപ്പം അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്ത മറ്റൊരു ജയിലിലെ തന്നെ ഓഫീസർ വേട്ടയാടപ്പെട്ടു. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ മറ്റേ ഗർഭിണിയെ മർദ്ദിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഒരു സ്ത്രീ, അപ്പം ഞാനതിൽ മർദ്ദിച്ചു എന്നുള്ളതിൽ ഉപരി ആ ഉദ്യോഗസ്ഥൻ ആ സ്ത്രീയുടെ മാറത്താണ് ആദ്യം കൈവയ്ക്കുന്നത്. അപ്പം നമ്മൾ എന്തൊരു സംഘർഷം ഉണ്ടെങ്കിലും നമ്മുടെ കൈ ഒരു സ്ത്രീയുടെ മാറത്തേക്കോ അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളിലേക്കോ തട്ടാതിരിക്കാൻ നമ്മൾ അത്രയും ശ്രദ്ധാലുവായിരിക്കും. അങ്ങനെ ആവേണ്ട ഒരു ഉദ്യോഗസ്ഥൻ, അല്ലെങ്കിൽ അത്രയും പോലീസുകാരെ നിയന്ത്രിക്കേണ്ട ഒരു ഉദ്യോഗസ്ഥൻ അവരുടെ മാറത്ത് പിടിച്ചാണ് തള്ളുന്നത്. പക്ഷെ ആ ഉദ്യോഗസ്ഥന് ഫാൻസ് ആയിട്ടുള്ള ഒരുപാട് പോലീസുകാരുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ മമ്മൂട്ടിയുടെ ഡയലോഗൊക്കെ ചേർത്തിട്ട് ആത്മാഭിമാനം എന്നൊക്കെ പറഞ്ഞ് റീൽസ് ആക്കി ഇടാനും അത് പ്രചരിപ്പിക്കാനും അതിൽ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാനും ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ വിചാരിക്കുന്ന ഒരു വലിയ വിഭാഗം ഈ പോലീസിലുണ്ട്. അത് സാധാരണ പോലീസുകാരുടെ തന്നെ ഒരു കാര്യം. പക്ഷേ ഇങ്ങനത്തെ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന ഉന്നതരുമുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒരു ചെയിൻ പോലെ, ഇപ്പം നമ്മൾ മലപ്പുറം SP സുജിത് ദാസ്, അദ്ദേഹം അൻവർ MLAയുടെ കാല് പിടിക്കുന്ന സംഭവം നമ്മൾ വോയിസ് കേട്ടു. ആ വോയിസ് വന്നിട്ടില്ലെങ്കിൽ ഒരാളും വിശ്വസിക്കൂല ഇയാൾ. പക്ഷെ അത്ര ദയനീയമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു പോലീസിലെ ഏറ്റവും താഴെയുള്ള ഞങ്ങളെപ്പോലുള്ള ഉദ്യോഗസ്ഥർ പോലും ഒരു MLAയുടെ കാല് പിടിക്കുന്നു തോന്നുന്നില്ല. അപ്പം നമ്മളൊരു MLA കണ്ട് ചിലപ്പോൾ പറയായിരിക്കും ഞങ്ങളെ സഹായിക്കണമെന്ന് പറയായിരിക്കും. അയാൾ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ കാൽക്കൽ വീഴാനൊന്നും പോവില്ല, പിന്നെ വരുന്നിടത്ത് വെച്ച് നോക്കാമെന്നല്ലേ ഒരാൾ വിചാരിക്കുള്ളൂ. ഇത് അതിദയനീയമായിട്ട് ഞാൻ DGP ആകുന്നത് വരെ DGP ആവും, അപ്പോഴും നിങ്ങളുടെ അടിമയായിരുന്നോളാം എന്നൊക്കെ പറഞ്ഞ് കാല് പിടിക്കുന്ന അത്ര നിലവാരമാണ് അപ്പോൾ ഈ പല IPSകാർക്കും ഉള്ളത്. ആ IPSകാരുടെ ഒരു ഫോക്കസ്, പിന്നെ ഇവരെ എങ്ങനെ പൈസ ഉണ്ടാക്കാൻ നോക്കുന്നത്. ഇപ്പോൾ സാധാരണക്കാരായ പോലീസുകാർ, താഴെക്കടയുള്ള പോലീസുകാർ നമുക്കറിയാം, റോട്ടിൽ നിന്നുള്ള പിരിവുകൾ, ചിലർ പണ്ട് ബസ്സുകാരോടും ഇവരൊക്കെ കൈക്കൂലി, അതൊന്നും ഇപ്പോൾ വളരെ കുറവാണ് അല്ലേ. അപൂർവങ്ങളിൽ അപൂർവം എന്നൊക്കെ പറയാവുന്ന തരത്തിലായി. അതേസമയം ഈ മോളിൽ നിന്ന് വരുന്ന കോടികളുടെ കൈക്കൂലി വാങ്ങലൊക്കെ വളരെ നിസ്സാരമായിട്ട് വളരെ അവരുടെ അവകാശം പോലെ വാങ്ങുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അപ്പോൾ അത് അവരെ സംരക്ഷിക്കാൻ ഇപ്പം എനിക്ക് തോന്നുന്നു പങ്ക് സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും എന്നൊക്കെ പറഞ്ഞ പോലെയുള്ളൊരു ഷെയറിങ് അതിൽ നടക്കുന്നുണ്ടാവണം. ഈ രാഷ്ട്രീയ നേതൃത്വം തന്നെ പോലീസ് മേധാവികളൊക്കെ അഴിമതിയിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടോയെന്ന് സംശയമുണ്ട്. കാരണം പലപ്പോഴും പലരും പറയുന്നത് ഈ പോലീസ് സ്റ്റേഷനിലെ ജീപ്പിന് പെട്രോൾ അടിക്കണമെങ്കിൽ പോലും പുറമേ നിന്ന് കാശ് കളക്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. പോലീസിന് ഫണ്ടില്ല. അപ്പോൾ ജീപ്പിൻ്റെ പെട്രോൾ അടിക്കണമെങ്കിൽ പോലും ഏതെങ്കിലും ബാറിൻ്റെ മുതലാളി, അല്ലെങ്കിൽ സ്വർണ്ണക്കടയുടെ ആൾ, അല്ലെങ്കിൽ മണൽ വരുന്നവർ, അങ്ങനെ ഒരു സ്ഥിതിയുണ്ട്. അവരോട് കാശ് വാങ്ങിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമുണ്ടോ? ജീപ്പിൽ എണ്ണ അടിക്കുന്നതിന് അങ്ങനെ ചെയ്തതായിട്ട് നമുക്കറിയില്ല. ജീപ്പിൽ എണ്ണ അടിക്കുന്നത് പമ്പുകളിൽ ഇൻറ്റൻറ്റ് കൊടുത്തിട്ടായിരിക്കും. അത് ലക്ഷങ്ങൾ പെൻഡിങ് ആകുമ്പോൾ പമ്പുകാർ പെട്രോൾ കൊടുക്കാതാവും, ഡീസൽ കൊടുക്കാതാവും. അപ്പം വേറൊരു പമ്പായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കും. പക്ഷേ പിന്നീട് പൈസ മാറി കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊരു ഡിലേ ഉണ്ടെങ്കിലും പിന്നെ അത് ഭയങ്കര ലിമിറ്റഡ് ആയിട്ടാണ് പൈസ അനുവദിക്കുക. അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ പോലീസ് അത്യാവശ്യത്തിന് ഓടാൻ ഡീസൽ ഇല്ലാത്ത സാഹചര്യങ്ങൾ വരുന്നുണ്ട്.
പക്ഷേ ഈ വണ്ടിയുടെ മെയിൻ്റനൻസ് അങ്ങനെ പലതും ഈ പറഞ്ഞ പോലെ ആരോടെങ്കിലും വാങ്ങി കൊടുക്കുക എന്നുള്ളതൊരു ശീലമായിട്ട് പോലീസിൽ നടക്കുന്നുണ്ട്. നമ്മൾ റോന്ത് സിനിമയെ കണ്ടു, ഒരു ആക്സിഡന്റ് ആയ ടീമിന്റെ പൈസ വാങ്ങിയിട്ടാണ് വണ്ടി റിപ്പയറിന് അല്ലെങ്കിൽ വർക്ക്ഷോപ്പിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു രീതി പലരും ഉപയോഗിക്കുന്നുണ്ട്. അത് പക്ഷെ അതൊരു ഇതാണ്, അത് തെറ്റല്ല എന്നുള്ള തരത്തിലുള്ള രീതിയിൽ അത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ പോലീസിന് ഫണ്ടിന്റെ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ, ഫണ്ടില്ലാത്തതുകൊണ്ടാണ്. ആവശ്യത്തിനുള്ള സാധനങ്ങൾ പോലീസിൽ കിട്ടുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയാത്ത ഓഫീസർമാരുണ്ട്. പക്ഷെ ഉയർന്ന ഓഫീസർ അവർക്ക് ലാപ്ടോപ്പൊക്കെ സർക്കാർ അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. അതേസമയം പോലീസുകാരാണ് കേസ് എഴുതുന്നതും ഇക്കാര്യങ്ങളൊക്കെ. ഇവർ ഒരു 90% പോലീസുകാരും സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കി വാങ്ങിച്ച ലാപ്ടോപ്പ് ഉപയോഗിച്ചിട്ടാണ് കേസും കാര്യങ്ങൾ എഴുതുന്നത്. കേസിന് പ്രിന്റ് എടുക്കാനുള്ള പേപ്പർ അവർ സ്വന്തം കാശ് മുടക്കിയിട്ടാണ് വാങ്ങുന്നത്. ചില സ്റ്റേഷനിലൊക്കെ എന്താണെന്ന് വെച്ചാൽ ആരെക്കൊണ്ടെങ്കിലും വാങ്ങിപ്പിക്കും. സ്റ്റേഷനിൽ വരുന്ന ആരെക്കൊണ്ടെങ്കിലും ഒരു പെട്ടി ഫോട്ടോസ്റ്റാറ്റ് പേപ്പർ വാങ്ങിക്കാൻ പറയുന്നു, അല്ലെങ്കിൽ സ്റ്റേഷനറി വാങ്ങിപ്പിക്കുന്നു. അങ്ങനത്തെ അതൊക്കെ ഉണ്ട്. അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അത് നമുക്ക് ഇത് കിട്ടാത്തത് കൊണ്ടല്ലേ, അതുകൊണ്ട് നമുക്കിത് ചെയ്യാമെന്ന ധാരണയിൽ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ പലരും സ്വന്തമായിട്ട് ഇപ്പോൾ ചങ്ങനാശ്ശേരി ആണെന്ന് തോന്നുന്നു, ഒരു കഴിഞ്ഞ ദിവസം ഒരു പോലീസുകാരൻ മെമ്മോ കൊടുത്തു, താങ്കൾ കേസുകൾ തീർക്കുന്നില്ല, എഴുതി തീർക്കുന്നില്ല എന്നൊക്കെ. അപ്പോൾ അയാൾ കൊടുത്ത മറുപടി വളരെ കറക്റ്റായിരുന്നു, പക്ഷെ രസകരമായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഞാൻ എൻ്റെ കയ്യിൽ നിന്നുള്ള 60,000 രൂപ കൊടുത്ത് മുടക്കിയ ലാപ്ടോപ്പിലാണ് ഞാൻ പണിയെടുക്കുന്നത്. ഈ പണിയെടുക്കാനുള്ള യാതൊരു സൗകര്യവും എനിക്ക് പോലീസ് സ്റ്റേഷനിൽ SHO ആണല്ലോ മെമ്മോ കൊടുക്കുന്നത്, SHO എനിക്ക് തന്നിട്ടില്ല. മാത്രമല്ല ഇത് ചെയ്യാനുള്ള ഡ്യൂട്ടി സമയം എനിക്ക് അനുവദിച്ചു തന്നിട്ടില്ല. എന്നെ ഇടുന്നത് GD ഡ്യൂട്ടിക്ക് ഇടുന്നു, പുറത്ത് എല്ലാവരുടെ ഡ്യൂട്ടിക്ക് ഇടുന്നു. ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ റെസ്റ്റ് സമയത്താണ് ഈ കേസ് എഴുതി തരുന്നത് എന്ന് പറഞ്ഞ് മറുപടി കൊടുത്തു. സ്വാഭാവികമായിട്ട് അവർക്ക് ഇതാക്കി. അപ്പോൾ അവർ ചോദിച്ചു പറഞ്ഞു, ഇങ്ങനെ നീ ഉമേഷ് വള്ളിക്കുന്നിന് പഠിക്കണോ ഇങ്ങനെ മറുപടി എന്നൊക്കെ പറഞ്ഞ് ഈ പുള്ളിയെ വിളിച്ച് DVSPയുടെ അടുത്ത് കൊണ്ടുപോയി. DVSPയുടെ അടുത്തും പുള്ളി ഇതന്നെ പറഞ്ഞു. അപ്പോൾ DVSP കുറച്ചും കൂടി ബോധമുള്ളതുകൊണ്ട് പുള്ളിക്ക് മനസ്സിലായി കാണും ഈ പറയുന്നത് കാര്യമാണ്, ഇതിൽ നടപടിയായിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ അടിസ്ഥാനമായ കാര്യങ്ങൾക്ക് പോലും ഈ പറഞ്ഞ പോലെ ഒന്നുകിൽ സ്വന്തം കയ്യിൽ നിന്ന് കാശിടുക, അല്ലെങ്കിൽ ആരോടെങ്കിലും വാങ്ങിക്കുക എന്നുള്ളൊരു ശീലം പോലീസിലുണ്ട്.